ഇറങ്ങാന്നാ കഴിഞ്ഞില്ലേ? ആ പോവാം. പിന്നെ അങ്ങോട്ട് പോകുമ്പോ ഞാൻ വണ്ടി ഓടിക്കട്ടെ. അങ്ങനെ അങ്ങോട്ട് പോകുമ്പോ ഇല്ല മോഹൻലാലിന്റെ ഡയലോഗ് അങ്ങോട്ട് പോകുമ്പോ ഞാൻ വണ്ടി എടുക്കട്ടെ. ഇത്രയൊന്നും പോരെ നിനക്കത് ഓടിച്ചത്. ഇതാ കുഴപ്പം. പിന്നെ എങ്ങനെ ഓടിക്കുന്നേ? ട്രൈ ചെയ്യുന്നേ എങ്ങനെ? പിന്നെ എങ്ങനെ ഓടിക്കുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് വണ്ടി ഓടിക്കാൻ അറിയാത്തവര് ചിന്നക്കട ജംഗ്ഷനിൽ വരുമ്പോഴല്ലേ ഞാൻ ഓടിക്കട്ടെ എന്ന് ചോദിക്കുന്നത്. ചിന്നക്കട ജംഗ്ഷൻ അല്ലല്ലോ, ഇതിപ്പോ കടയിൽ ഷോപ്പിംഗ് കഴിഞ്ഞോട്ട് ഇറങ്ങുമല്ലേ? ഷോപ്പിംഗ് കഴിഞ്ഞ് ഇറങ്ങുക. അതാ ഞാൻ ഓടിക്കട്ടെ എന്ന് ചോദിച്ചു. അതിനു മുമ്പ് വണ്ടി തിരക്കില്ലാത്ത സ്ഥലത്തൊന്ന് ഓടിച്ചൊന്ന് പരിശീലിക്കണം. അതെങ്ങനെയാ ഓടിക്കുന്നേ? ഓടിക്കാൻ എടുക്കുമ്പോഴേ ഇങ്ങനെ പറയും, അയ്യോ അവിടെ മുട്ടിച്ചോണ്ട് വന്നു, അവിടെ വരച്ചോണ്ട് വന്നു, അവിടുത്തെ പെയിന്റ് പോയി. പിന്നെ കള്ളമാണോ പറയുന്നത്? കള്ളമല്ല, സത്യം. അതുകൊണ്ടാ പറഞ്ഞു, അതുകൊണ്ടാണ് എടുക്കാത്തത്. ഇപ്പൊ എന്റെ വണ്ടി കണ്ടായില്ല, സീബ്ര നടന്നു വന്നതല്ല, മൊത്തം കറുത്ത പാടുകളാ ഇങ്ങനെ വണ്ടി മൊത്തം. അതൊക്കെ അതങ്ങനെ എല്ലാരും വണ്ടി ഓടിക്കുന്നവരെല്ലാവരുടെയും അങ്ങനെയൊക്കെ തന്നെ ആദ്യം. പിന്നെ അതൊക്കെ സ്നേഹമുള്ള ഭർത്താവ് അങ്ങ് ക്ഷമിക്കണം. ഇത്രയൊന്നും സ്നേഹം എനിക്കില്ല. സ്നേഹം ഉണ്ടാവണം. പിന്നെ എങ്ങനെ പഠിക്കുന്നേ? കൊറേയൊക്കെ കണ്ണടച്ചാലേ ഇതൊക്കെ ഓടിക്കാൻ പറ്റും. അവസാനം കണ്ണടച്ചിരിക്കലേ ഉണ്ടാവൂ. ഒരു ദിവസം നോക്കിക്കോ, ഞാൻ വണ്ടി എടുത്തോണ്ട് പോകും. നേരം കണ്ണ് തള്ളു ഞാൻ കൊണ്ടുപോകുന്നുണ്ട്. മിക്കവാറും നീ എടുത്തോണ്ട് പോകണേ ഞാൻ വന്ന് കണ്ണ് തള്ളു ഹോസ്പിറ്റലിലും കാണാം. ഇതാ കണ്ടോ, ഈ ഒരു പ്രോത്സാഹനമേ തരത്തില്ല, നിരുത്സാഹമാ തരുന്നത്. പിന്നെ അങ്ങനെ ഏട്ടൻ്റെ കൂടെ വന്നാലും അതെ, പിള്ളേരോടെ പോയാലും അതെ, ആരും സമ്മതിക്കത്തില്ല. ഇത്ര 5 വർഷം കൊണ്ടായില്ലേ ലൈസൻസ് എടുത്ത് മറ്റേ പേഴ്സിൽ എവിടെന്നറിയാമോ വെച്ചേക്കുന്നത്? ഇന്നുവരെ അത് പുറത്തെടുത്തിട്ടില്ലല്ലോ. ലൈസൻസ് എടുത്തിട്ടുണ്ടോ പേഴ്സിൽ വെച്ചിട്ടുണ്ട്? അങ്ങനെ ഞങ്ങളൊക്കെ അങ്ങനെയൊക്കെ തന്നെ. എങ്ങനെ